യെസ്, ദിസ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഹാപ്പിയസ്റ്റ് മൂമെൻറ്റ് ഇൻ മൈ ലൈഫ്. ഇതെൻ്റെ ഒരു പേഴ്സണൽ അച്ചീവ്മെൻ്റ് ആയിട്ട് ഞാൻ കാണുന്ന ഒരു കാര്യമാണ്. കാരണം ഇതെൻ്റെ കുറേ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു. എൻ്റെ 7ാം ക്ലാസ് മുതലുള്ള, കാരണം ഈ സെക്കൻഡ് സ്റ്റഡ് ഒരു ട്രെൻഡായിട്ട് മാറിയിട്ടുണ്ടായിരുന്ന ഒരു കാലം, അന്ന് തൊട്ടുള്ള ആഗ്രഹമായിരുന്നു. വീട്ടിൽ സമ്മതിക്കാത്തത് കൊണ്ടും പിന്നെ സൂചിയോടുള്ള പേടി കൊണ്ടും ഞാൻ മാറ്റി വെച്ച കാര്യം. പിന്നെ വിചാരിച്ചു സ്വന്തമായിട്ടൊരു ജോലിയൊക്കെ കിട്ടി എന്നാണോ എനിക്ക് സ്വന്തമായിട്ടൊരു ഒരു കുഞ്ഞി കമ്മലൊക്കെ വാങ്ങാൻ പറ്റുന്നത്, അന്ന് ഞാൻ ഇത് ചെയ്യും എന്നുള്ള ഒരു കുഞ്ഞി ആഗ്രഹം ഞാൻ എൻ്റെ മനസ്സിൽ അങ്ങനെ കുറിച്ചിട്ടു. അങ്ങനെ ഒരുപാട് വർഷത്തിന് ശേഷം ആ ആഗ്രഹം ഞാൻ സാധിപ്പിച്ചെടുത്തു. ഐ എം സോ ഹാപ്പി. പിന്നെ ഇതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് കുറച്ച് ഇതുള്ളതാണ്. കാരണം നമ്മൾ ഈ കുത്തുമ്പോൾ ഉണ്ടാകുന്ന വേദനയും അതിനപ്പുറത്തേക്കുള്ള ഈ സന്തോഷമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ കാത് കുത്തിയ സ്ഥലത്ത് എങ്ങനെ പോയാലും വേദന വരും, ബ്ലഡ് വരും, അങ്ങനത്തെ കുറേ പെയിൻ വരും. അങ്ങനെ എല്ലാം കഴിഞ്ഞൊരു 1-2-3 മാസമൊക്കെ ആകുമ്പോഴത്തേന് ഇത് ഏറെക്കുറെ ഒന്ന് സെറ്റായിട്ട് വരും. പക്ഷെ തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ എനിക്ക് വേണ്ടിയിട്ട് എന്തോ ചെയ്തു, എൻ്റെ ബക്കറ്റ് ലിസ്റ്റിൽ എന്തോ ഒന്ന് ഞാൻ കട്ട് ചെയ്തു എന്ന്. ആൻഡ് ഐ എം സോ ഹാപ്പി ഫോർ മീ.